ആ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതെൻ്റെ ഫേസ്റ്റ് മലയാളം മൂവിയാണ്. അതും ഇതുവരെ ചെയ്തിട്ടുള്ളത് തമിഴ് മൂവീസ് ആയിരുന്നു, തമിഴ് തെലുഗു. എനിക്ക് മലയാളം മൂവി ചെയ്യാൻ പറ്റിയതും ഒരു തമിഴ് ഡയറക്ടർ കൂടിയാണ്. സോ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ കേട്ട് ആദ്യം എൻ്റെ ആക്ഷൻ കട്ട് തുടങ്ങിയത് തമിഴിലായിരുന്നു. സോ ഇപ്പോഴും മലയാളത്തിൽ ചെയ്തപ്പോഴും ഒരു തമിഴ് ഡയറക്ടർ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതും വിജയുടെ പടങ്ങൾ ചെയ്തിട്ടുള്ള ഡയറക്ടർ. പിന്നെ എസ്പെഷ്യലി ഈ ഒരു ടീം ഞങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക, ഈ മൂവീന് പുറമേ ഞങ്ങൾക്ക് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇവരും അജ്മൽ, മാധവ്, മിഥുൻ, ഞാൻ, പിന്നെ യാമി, ധനഞ്ജയ്, എല്ലാവരും കൂടിയും വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം. ആൻഡ് ഓൾസോ ഇറ്റ് വാസ് വെരി ഗുഡ് എക്സ്പീരിയൻസ്. ഇല്ല, അനിയത്തിയായിട്ട്. ഞങ്ങൾക്ക് ആക്ച്വലി നമുക്ക് കുറവായിരുന്നു ഇല്ലേ സീൻസ്. ഞങ്ങൾക്ക് കുറവായിരുന്നു സീൻസ്, വളരെ കുറവായിരുന്നു. സോ ഓൺ സ്ക്രീനിൽ ഞങ്ങൾക്ക് കുറവായിരുന്നു. ഓഫ് സ്ക്രീനിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു ഫുഡ് കഴിക്കുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതും കുറവ്. ഓഫ് സ്ക്രീനിലായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. കേരളം ചേട്ടായാണ്. ഇല്ല, മാധവ് പൊതുവേ ഇപ്പോൾ കണ്ടില്ലേ ഇതേപോലെ തന്നെ ക്യാരക്ടർ നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. എല്ലാവരും അതെ, കെയറിങ്ങുമാണ്. യാമിയുടെ കൂടെയായിരുന്നു മാധവ് പേരായിട്ട്. അപ്പോൾ യാമി പറയാറുണ്ട് ഭയങ്കര കെയറിങ് ആണ്. അത് കണ്ടല്ലേ ഞാൻ വളർന്നത്. ഐ തിങ്ക് ചെറുതായിട്ട് അതുപോലെ ആവാം. ദേവിക മാത്രമല്ല, യാമിയും മാത്രമല്ല, മിഥുനും പറയാൻ പറ്റും, അജ്മലിനും പറയാൻ പറ്റും, ധനഞ്ജയുടെ ഉണ്ടായിരുന്നെങ്കിൽ അവനും പറയാൻ പറ്റും, ഇത് പരിധിവരെ സാറിനും പറയാൻ പറ്റും. സോ ഈ ചോദ്യം ഇവർക്കായിരിക്കും പോകാത്തത്. നേരെ ദേവികയിലോട്ടാണ് പോയത്. നമ്മൾ ഈ ഓപ്പോസിറ്റ് ജെൻഡറിനെ മാത്രമാണോ കെയർ ചെയ്യേണ്ടത്? സ്വന്തം ജെൻഡറിനും കെയർ കൊടുക്കാമല്ലോ. അത് ഓരോരുത്തരുടെയും ചിന്താഗതി പോലെയല്ല ചേട്ടാ. എനിക്ക് ഇപ്പൊ ഇവർ രണ്ടുപേരുടെ കാര്യം പറയാം. രണ്ടുപേരും എൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ കെയറും കൺസേണും ഒരേ ലെവലിലായിരിക്കും രണ്ടുപേരുടെ കാര്യത്തിലും പോകുന്നത്. അങ്ങനെ ഇവിടുത്തെ നല്ല ആൾക്കാർ പൊതുവെ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. ജനറലി ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മിഥുനോടാണ്. ആക്ച്വലി തമിഴിൽ ഗോട്ട് വിജയുടെ കൂടെ അഭിനയിച്ചല്ലോ. അപ്പം ഇത് മലയാളം ഇൻഡസ്ട്രിയിലെ ഫസ്റ്റ് മൂവി അല്ലേ? അപ്പം എങ്ങനെയുണ്ട് മലയാളം ഇൻഡസ്ട്രി, എങ്ങനെയുണ്ട്? இல்லை கோட்க்கு முன்னாடியே நான் கும்மாட்டி கலியில் கமிட் ஆகி ஷார்ட் ஃபார் திஸ் மூவி. ஆஃப்டர் தட் ஒன்லி ஐ வென்ட் ஃபார் கோட் ஷூட்டிங். ஸோ டெக்னிக்கலி திஸ் இஸ் மை ஃபர்ஸ்ட் மூவி விச் ஐ acted and this is where I went to set for the first time. ഓണത് പറയുമ്പോൾ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റൊമാൻസ് ആയിട്ട് അതിന് നമുക്ക് റൊമാൻറ്റിക് ആയിട്ട് കാണാൻ പറ്റുമോ? കുറച്ചും കൂടി നല്ല പാട്ടും സോങ്ങും കാര്യങ്ങളും വിൻസെന്റ് സാറ് ശ്രമിച്ചിട്ടുണ്ട്. അത് സ്ക്രീനിൽ വന്നോന്ന് ഞാനും ഇതുവരെ അത് അനലൈസ് ചെയ്ത് നോക്കിയിട്ടില്ല. വീഡിയോ ഇറങ്ങിയതിൽ വീഡിയോ സോങ് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതിൽ ചെറിയ കട്ട്സിലൊക്കെ കുറച്ച് തോന്നുന്നുണ്ട് റൊമാൻസ് പോലത്തെ. ഒരു ഐ തിങ്ക് ഒരു അതിൽ കാണിച്ചിരിക്കുന്ന കപ്പിളിന്റെ ഒരു മ്യൂസിക് സീക്വൻസ് അല്ലേ, അതിൽ റൊമാൻസ് വന്നില്ലെങ്കിൽ അതൊരു പരാജയമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും വേറെ സോങ്ങിലുണ്ടോ എന്നാണ് ഞാൻ ഒരുപാട് ആ സിനിമയെ പറ്റി ഞാൻ വെളിപ്പെടുത്തുന്നില്ല. നാളെ ഇറങ്ങുമല്ലേ, ചേട്ടനും പ്രേക്ഷകരും അതുപോയി കാണുക എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും. സോ അതൊരു ജെന്യുവൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. അച്ഛൻ ആക്ച്വലി തിരക്കിലാണ്. നാളെ എന്തായാലും ഞാൻ പോകുന്ന ഷോന് അച്ഛനെ കാണാൻ പറ്റില്ല. അച്ഛൻ അങ്ങനെ തിയേറ്ററിൽ പോകുന്ന ഒരാളും അല്ല. എൻ്റെ ചേട്ടൻ്റെ ഫസ്റ്റ് ഫിലിം മുത്തുക അച്ഛൻ ഐ തിങ്ക് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. പാപ്പൻ ഓൾസോ തിയേറ്ററിൽ പോയി കണ്ട സിനിമ, അമ്മയും അച്ഛനും കൂടെ പോയി കണ്ട. അച്ഛന് സമയം കിട്ടുവാണെങ്കിൽ ഒരു ആക്ടർ, പ്രോമിനൻ്റായി വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ മാത്രമല്ല, ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി കൂടെയാണ്. അതിൻ്റെതായ ബിസി ഷെഡ്യൂൾ ഉണ്ട് ആൾക്ക്. പ്രതീക്ഷയുണ്ട്, സ്വന്തം അച്ഛനല്ലേ, സോ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാണാൻ പറ്റുമെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടൻ അച്ഛനായിട്ട് എന്തെങ്കിലും കോൺടാക്ട് ഉണ്ടെങ്കിൽ എൻ്റെ സൈഡിൽ നിന്ന് റെക്കമെൻഡ് ചെയ്യുക. മകന് ആഗ്രഹമുണ്ട്.
ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആളിപ്പോൾ ചെയ്യുന്നൊരു പ്രോജക്റ്റിന് ഇടയ്ക്ക് നിൽക്കുകയാണ്. ഷൂട്ടിംഗ് ഷെഡ്യൂൾ അങ്ങനെ ഒരു സിനിമ കാണാൻ വേണ്ടി മാറ്റി വയ്ക്കാൻ പാടില്ല. സോ അമ്മ തിരുവനന്തപുരത്താണ്. അമ്മയും അമ്മമ്മയും എൻ്റെ തൊട്ടുമുള്ളത്തെ ചേച്ചിയും, ഇവർ 3 പേരും തിരുവനന്തപുരത്ത് പോയി കാണും. ഇവിടെ കൊച്ചിയിൽ ഐ തിങ്ക് എക്സ്റ്റൻഡ് ഫാമിലി ഉണ്ട്. ചേട്ടൻ്റെ ചോദിച്ചു, ചേട്ടൻ്റെ വർക്ക് ഒന്ന് ടൈഡപ്പ് ആകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വരും. സോ ഇതുവരെ നമ്മൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ തിയേറ്ററിൽ പോയി കാണുക. അഗൈൻ ഒരുപാട് ന്യൂ കമേഴ്സ് ചെയ്തൊരു പ്രോജക്റ്റാണ്. ഓണസ്റ്റ് അഭിപ്രായം നല്ല ഭാഷയിൽ അറിയിക്കുക, ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കുക. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം വളർന്നു വരുന്നവരാണ്. ആ ഫീഡ്ബാക്ക് എടുക്കും, നമ്മുടെ കരിയറിലോട്ടും നമ്മുടെ പേഴ്സണൽ സ്കിൽ സെറ്റിലോട്ടും ഓരോരുത്തരുടെ അഭിപ്രായത്തിൽ നല്ല ഭാഗങ്ങൾ നമ്മൾ തീർച്ചയായും സ്വീകരിക്കാൻ തയ്യാറുമാണ്. സോ തിയേറ്ററിൽ പോയി കണ്ട് അഭിപ്രായം അറിയിക്കുക. എനിക്ക് 10 വർഷം തരുമോ? പത്ത് വർഷം തന്നാൽ ഈ സിനിമയിൽ സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് കയറി വന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിറ്റ് പടം ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ ഓരോ ഡയറക്ടറും അല്ലെങ്കിൽ ഓരോ ക്രൂ മെമ്പറും ഒരു സിനിമയിലോട്ട് കമ്മിറ്റ് ചെയ്യത്തുള്ളൂ. സോ അതേപോലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നില്ല, ഒരു പ്രോമിനൻറ്റ് ആക്ടർ ആവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഇൻഡസ്ട്രിയിലോട്ട് ഞാൻ കയറിയിരിക്കുന്നത്. അതിനുള്ള എഫേർട്ട് എന്ന് പറയുന്നത് കഠിനാധ്വാനം എന്ന് പറയാം. അത് ഏറ്റെടുക്കാൻ പ്രേക്ഷകരുടെ സ്വീകരണം പോലെ ഇരിക്കും, ചേട്ടൻ്റെയും സ്വീകരണം പോലെ ഇരിക്കും. പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും എന്നിൽ ആ കോൺഫിഡൻസ് വരുന്ന സമയത്ത് അന്നൊരു ഓഫർ വന്നാൽ ആ സ്ക്രിപ്റ്റായിട്ട് ഞാൻ അലൈൻ ചെയ്താൽ തീർച്ചയായിട്ടും മലയാളി ക്രൗഡിനെ കേറ്റർ ചെയ്യുന്ന പോലെ തന്നെയാണ്, അതിനേക്കാളും ഒരു വലിയ ക്രൗഡിനാണ് പാൻ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ കേറ്റർ ചെയ്യുന്നത്. റെസ്പോൺസിബിലിറ്റി കൂടും, ഫൈനാൻസസ് കൂടും, സ്ക്രിപ്റ്റിൻ്റെ ക്യാൻവസ്, പ്രോജക്റ്റിൻ്റെ ക്യാൻവസ് കുറച്ചുകൂടെ വലുത്. അത് ഹാൻഡിൽ ചെയ്യാനുള്ള അത്രയും റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള സ്കിൽ സെറ്റ് ഉണ്ടെന്ന് പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും തോന്നിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം എന്നെ അതിലോട്ട് കാസ്റ്റ് ചെയ്തേക്കാം. എങ്ങനെ ആ സ്ക്രിപ്റ്റ് എനിക്ക് വർക്ക് ആവുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യും. ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്ന, പാസ്റ്റിനെ പറ്റി ഒരുപാട് ആലോചിക്കുന്ന ഒരാളുമല്ല ഞാൻ. സോ ലിവിങ് എവറി ഡേ ആസ് ഇറ്റ് ഈസ്, വിൽ സീ. ஃபஸ்ட்டு வந்து இப்போ 2 லாங்குவேஜ் பிளான் பண்ணுது ஆக்சுவலாக, அந்த மலையாளம் அண்ட் தெலுங்கு. இப்போ சார் சொன்னாங்க ஃபஸ்ட்டு மலையாளம் பண்ணிடலாம் அப்படின்ட்டு. ஆஃப்டர் தட் கும்மாட்டிக்கலி வந்து கீழே கும்மாட்டிக்கலி இது டைட்டில். இது ஆக்சுவலாக தமிழில் பண்ணும்போது பார்த்தீங்கன்னா கும்மாட்டிக்கலியோட இது கொஞ்சம் பண்ணுறதுக்காக தான் பிளான் பண்ணது. ஃபஸ்ட்டு சௌத்ரி சார் சொன்னாங்க ஃபஸ்ட்டு நம்ம வந்து மலையாளத்தில் பண்ணலாம் பாருங்க. ஆக்சுவலாக மலையாளம் தெலுங்கு முடிச்சுட்டு அதுக்கப்புறம் தமிழ் பண்ணால் பிளான் பண்ணது, அதுக்காக தான் பண்ணது. ஸோ ஃபஸ்ட்டு மலையாளத்தில் பண்ணிட்டு ரிசல்ட் பார்த்துட்டு பண்ணலாம். இது ஆல்மோஸ்ட் நான் வந்து ஒரு 100 தேட்டர்ஸ் 120 பிளான் பண்ணது. இப்போ 100 தேட்டர்ஸ் கொஞ்சம் ஆல்மோஸ்ட் ஃபைனல்ஸ் ஆகிருக்கு. அஜ்மல் தான் நான் பண்ணிட்டு இருக்கிறேன். தேங்க்யூ சார், தேங்க்யூ சார். സിനിമ പോയി കാണണമെന്ന് പ്രേക്ഷകരോട് പറയുമ്പോഴും ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരോടും ഞാൻ അത് തന്നെ പറയുന്നത്, ഈ സിനിമയെ വിലയിരുത്താനായിട്ട് ഈ സിനിമ ഡയറക്റ്റ് പോയി കാണുക. ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് അടുത്ത സിനിമ ഏതാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. 1-ാം ഭാഗം ഒന്ന് ഇറങ്ങി പ്രേക്ഷകർ സ്വീകരിക്കുമോ നോക്കട്ടെ. സ്വീകരിച്ചാൽ പ്രേക്ഷകരുടെ അഭിപ്രായം പോലെ സാർ ചിലപ്പോൾ സാറിൻ്റെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് 2-ാം ഭാഗം ക്രിയേറ്റ് ചെയ്യും, അല്ലേ സാർ? കുമ്മാട്ടിക്കളി എന്ന ആർട്ട് ഫോമിനെ ബേസ് ചെയ്തൊരു സിനിമയല്ല ഇത്.
പക്ഷേ ഈ 4 പയ്യന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞത്, 4 പയ്യന്മാര് അനാഥകളാണ്. അവരുടെ ജീവിതമാർഗത്തിൽ കുമ്മാട്ടിക്കളിയുണ്ട്. അവർക്കൊരു അമ്മയെ ലഭിക്കുന്നു, 4 പേരും ചേർന്ന് വന്നു. 4 എന്ന് പറയുന്നതിൽ 5 പേര്, ദേവികയുടെ ക്യാരക്ടർ മറിയും, 5 പേരും ചേർന്ന് വന്ന് ഒരു കുമ്മാട്ടി ദിവസമാണ് അവർക്കൊരു അമ്മയെ കിട്ടുന്നത്. സോ അങ്ങനെ കുമ്മാട്ടിക്കളി എന്നൊരു ആർട്ട് ഫോമിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്. പക്ഷേ ആർട്ട് ഫോമിനെ ബേസ് ചെയ്തുള്ള സിനിമയല്ല.